വാട്ടർ റിസോഴ്സസ് എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഹൈഡ്രോഗ്രാഫും യൂണിറ്റ് ഹൈഡ്രോഗ്രാഫും നമ്മൾ നോക്കി. ഈ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്റ്റോം ഹൈഡ്രോഗ്രാഫിൽ നിന്ന് എങ്ങനെ ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 2019 ഡിസംബർ യൂണിവേഴ്സിറ്റി എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. സാധാരണ മുൻപ് യൂണിവേഴ്സിറ്റി ചോദിക്കാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ പല കുട്ടികൾക്കും ഇതിൻ്റെ ആൻസർ കൃത്യമായിട്ട് എഴുതാൻ പറ്റിയില്ല. So this is the question. The following are the ordinates of a 6-hour storm hydrograph of a catchment area of 426 hectares. Construct a 6-hour unit hydrograph for the same basin if constant base flow is 16 cumx. നമുക്ക് കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നിരിക്കുന്നത് ഒരു 6-hour സ്റ്റോം ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോം ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ സിംപ്ലി ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ സ്റ്റോം ഹൈഡ്രോഗ്രാഫ് അല്ലെങ്കിൽ ഫ്ലഡ് ഹൈഡ്രോഗ്രാഫ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ആദ്യം പഠിച്ചിട്ടുള്ള ഹൈഡ്രോഗ്രാഫ് തന്നെയാണ്. അതായത് അതിൽ ബേസ് ഫ്ലോ കൂടി ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള 6-hour സ്റ്റോം ഹൈഡ്രോഗ്രാഫാണ്. അതായത് ആ ഹൈഡ്രോഗ്രാഫ് ഉണ്ടാവാൻ കാരണമായ റെയിൻഫാളിൻ്റെ ഡ്യൂറേഷനാണ് ഈ 6 hour. ഓക്കെ, അതിൻ്റെ ഓർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈഡ്രോഗ്രാഫിൻ്റെ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഡിസ്ചാർജാണ് ഉള്ളത്. അപ്പോൾ വൈ ആക്സിസിലുള്ള വാല്യൂവിനെയാണ് ഓർഡിനേറ്റ്സ് എന്ന് പറയാം. ഓക്കെ, വൈ വാല്യൂ ആണ് ഓർഡിനേറ്റ്. അപ്പോൾ ഇവിടെ നമ്മുടെ കേസിൽ ഹൈഡ്രോഗ്രാഫിൻ്റെ ഡിസ്ചാർജാണ് ഓർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൈമും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്ചാർജും ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്യാച്ച്മെൻറ്റ് ഏരിയ 426 ഹെക്ടേഴ്സ് ആണ്. അതേ ഡ്യൂറേഷനുള്ള ഒരു യൂണിറ്റ് ഹൈഡ്രോഗ്രാഫാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ബേസ് ഫ്ലോയും തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. കോൺസ്റ്റൻറ്റ് ബേസ് ഫ്ലോ ഓഫ് 16 cumx. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് തന്നിരിക്കുന്ന സ്റ്റോം ഹൈഡ്രോഗ്രാഫിൽ നിന്ന് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്യണം. സോ ഒരു കോൺസ്റ്റൻറ്റ് ബേസ് ഫ്ലോ റേറ്റ് ആകുമ്പോൾ ഈ ഡിസ്ചാർജിൻ്റെ വാല്യൂ നിന്ന് കോമൺ ആയിട്ട് ഈ 16 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫാക്കി മാറ്റാം. സോ ഇതിൽ 16 cumx, ഈ cumx എന്നുള്ള ടേം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക. cumx എന്ന് പറഞ്ഞാൽ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് തന്നെയാണ്. ദാറ്റ് ഈസ് ദ യൂണിറ്റ് ഓഫ് ഡിസ്ചാർജ്. ക്യൂബിക് മീറ്റേഴ്സ് പെർ സെക്കൻഡ് എന്നതിൻ്റെ അബ്രിവേഷനാണ് cumx. ഓക്കെ, ഇത് കൂടാതെ ഈ പ്രോബ്ലത്തിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വന്നത് ഇതിൻ്റെ ടൈം നോക്കിയിട്ടാണ്. ഓക്കെ, ഇതിൽ ടൈം തന്ന പ്രത്യേക രീതിയിലാണ്. 00 6 AM 12 noon 6 PM അഗെയിൻ 00 6 AM 12 noon 6 PM. അപ്പോൾ അങ്ങനെയാണ് ഇതിൽ ടൈം വന്നിട്ടുള്ളത്. സാധാരണ ഹൈഡ്രോഗ്രാഫിൻ്റെ പ്രോബ്ലത്തിൽ ഇങ്ങനെയല്ല ടൈം കണ്ടുവരാറുള്ളത്. അതായത് 0 6 12 അതിന് 18 അങ്ങനെ, അതായത് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. ഒരു ഇൻ്റർവെൽ ഉണ്ടാകും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള. അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുന്ന രീതിയിലാണ് ടൈം ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു രീതിയിൽ ടൈം തന്നത് കണ്ടപ്പോൾ പല കുട്ടികളും ഇതിലെന്തോ ഒരു ട്വിസ്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാതെ പോയിട്ടുണ്ട്. അപ്പോൾ ടൈം ഏത് രീതിയിൽ തന്നാലും അത് നമ്മുടെ ക്വസ്റ്റ്യനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഇതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഓൾറെഡി നമ്മൾ പഠിച്ച ഡെറിവേഷൻ ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന ഭാഗമായിട്ട് കുറച്ചൊരു റിലേഷൻ ഉള്ളതാണ്. അതായത് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫാണ്. അപ്പോൾ തന്നിരിക്കുന്ന സ്റ്റോം ഹൈഡ്രോഗ്രാഫിൻ്റെ ഈ ഓർഡിനേറ്റ്സിൽ നിന്നൊക്കെ ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കേണ്ട എന്താ? യൂണിറ്റ് ഹൈഡ്രോഗ്രാഫാണ്. യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 centimeter എഫക്റ്റീവ് റെയിൻഫാളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോഗ്രാഫാണ്. അപ്പോൾ ഈ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൻ്റെ എഫക്റ്റീവ് റെയിൻഫാൾ എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കുക. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്, ടു ഫൈൻഡ് ദ ഡെപ്ത് ഓഫ് എഫക്റ്റീവ് റെയിൻഫാൾ. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ഈ DRHൻ്റെ ഓർഡിനേറ്റ്സിനെ ആ എഫക്റ്റീവ് റെയിൻഫാളിൻ്റെ വാല്യൂ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് കിട്ടും. സോ എങ്ങനെയാണ് എഫക്റ്റീവ് റെയിൻഫാളിൻ്റെ വാല്യൂ കിട്ടുക? ടോട്ടൽ ഡയറക്റ്റ് റൺ ഓഫിൻ്റെ വോളിയം കണ്ടുപിടിക്കുക. അതേപോലെ ക്യാച്ച്മെൻറ്റ് ഏരിയ നമുക്കറിയാം. സോ വോളിയം ദാറ്റ് ടോട്ടൽ വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് ഡിവൈഡഡ് ബൈ ദ ക്യാച്ച്മെൻറ്റ് ഏരിയ വിൽ ഗിവ് ദ ഡെപ്ത് ഓഫ് എഫക്റ്റീവ് റെയിൻഫാൾ. ഓക്കെ, നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. ഇപ്പോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു ടാബുലാർ കോളാണ് വരക്കേണ്ടത്. ഒരിക്കലും ഈ ടാബുലാർ കോളം ബൈ ഹാർട്ട് ചെയ്യണമെന്നില്ല. നമ്മൾ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ടാബുലാർ കോളം നമുക്ക് തന്നെ ഈസിലി പെട്ടെന്ന് വരക്കാൻ പറ്റും. സോ ടൈം ആൻഡ് ഓർഡിനേറ്റ്സ് ഓഫ് 6-hour യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അത് ഗിവൺ ഡാറ്റയാണ് ആദ്യത്തെ 2 കോളത്തിൽ വരുന്നത്. ടൈമും ആ ഗിവൺ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സും. ദെൻ ബേസ് ഫ്ലോ എന്നൊരു കോളം ഉണ്ട്. ദെൻ ഓർഡിനേറ്റ്സ് ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ആൻഡ് ഓർഡിനേറ്റ്സ് ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. അപ്പോൾ ടൈം ആൻഡ് ഓർഡിനേറ്റ് ഈ തന്നിരിക്കുന്ന വാല്യൂസാണ് ഈ 2 കോളത്തിലും എൻ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ടൈമിലൊന്നും യാതൊരു ചേഞ്ചും വരുത്തേണ്ട, അതേപോലെ തന്നെ എഴുതിയാൽ മതി. കാരണം ടൈം നമ്മൾ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ല. ഓക്കെ, ദെൻ ഓർഡിനേറ്റ്സ് എഴുതി. പിന്നെ ബേസ് ഫ്ലോ എന്നുള്ള കോളത്തിൽ നമുക്കറിയാം ബേസ് ഫ്ലോ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്, 16 cumx ആണ്. അപ്പോൾ അതെല്ലാ
റോയിലും 16 തന്നെയാണ് എഴുതേണ്ടത്. അപ്പോൾ ഈ ഈ ഒരു കോളം ഇല്ലെങ്കിലും നമുക്ക് പ്രോബ്ലം ചെയ്യാം. ഓക്കെ, പക്ഷേ എറേഴ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ബേസ് ഫ്ലോ എന്നുള്ളൊരു കോളം കൂടി ആഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ്. അപ്പോൾ സ്റ്റോം ഹൈഡ്രോഗ്രാഫിൽ നിന്ന് ബേസ് ഫ്ലോ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് കിട്ടുക. സോ ഈ വാല്യൂസിൽ നിന്നൊക്കെ ബേസ് ഫ്ലോ ആയ 16 QX മൈനസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ 16 - 16 0, 115 - 16 99, 230 - 16 ദാറ്റ് ഈസ് 214. അങ്ങനെ ഓരോന്നിൽ നിന്നും 16 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് കിട്ടി. ഓക്കെ, ഇനി യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് വേണം. അതിനുവേണ്ടി ഇപ്പോൾ കിട്ടിയ ഈ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സിനെ എഫക്റ്റീവ് റെയിൻഫാൾ കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു റോയിൽ നോക്കിയാൽ ഓരോ കോളത്തിലെയും വാല്യൂസ് എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഈ കോളത്തിൽ നമുക്ക് കിട്ടിയ വാല്യൂസിനെ എഫക്റ്റീവ് റെയിൻഫാൾ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാലാണ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് കിട്ടുക. അപ്പോൾ എങ്ങനെ എഫക്റ്റീവ് റെയിൻഫാൾ കണ്ടുപിടിക്കാം? അപ്പോൾ 2 രീതിയിൽ ഇത് കണ്ടുപിടിക്കുന്നത് ഈ വീഡിയോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യാം. അപ്പോൾ ആദ്യം പറയുന്നത് തിയററ്റിക്കലായിട്ടുള്ള അതിൻ്റെ കോൺസെപ്റ്റാണ്. ഓക്കെ, അതായത് എഫക്റ്റീവ് റെയിൻഫാൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടോട്ടൽ ഡയറക്റ്റ് റൺ ഓഫിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ ദ ക്യാച്ച്മെൻറ്റ് ഏരിയ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് ഡയറക്റ്റ് റൺ ഓഫ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക? ദാറ്റ് ഈസ് ദ ഏരിയ അണ്ടർ ദ ഹൈഡ്രോഗ്രാഫ്. ഇപ്പോൾ ഗിവൺ ഹൈഡ്രോഗ്രാഫിൻ്റെ അണ്ടറിലുള്ള ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ദ വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ്. ഇപ്പോൾ ഇതൊരു സാമ്പിൾ ഫിഗർ ആണ്, നമ്മുടെ ക്വസ്റ്റിൻ്റെ ഫിഗർ അല്ല. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഹൈഡ്രോഗ്രാഫിൻ്റെ താഴെ വരുന്ന ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഇങ്ങനെയൊരു ഷേപ്പുള്ള ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഭാഗം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ വരുന്ന ഏരിയ കണ്ടുപിടിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ കുറേ സ്ട്രിപ്സ് ആക്കി ഡിവൈഡ് ചെയ്തു. ഓരോ സ്ട്രിപ്സും ഒരു അപ്രോക്സിമേറ്റ്ലി റെക്ടാങ്കുലർ സ്ട്രിപ്സ് ആണ് എന്നൊരു അസംഷനിൽ, റെക്ടാങ്കുലർ സ്ട്രിപ്സ് ആണെന്നുള്ള അസംഷനിൽ ഓരോന്നിൻ്റെയും ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, അതൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഏരിയ കിട്ടും. അപ്പോൾ റെക്ടാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇവിടുത്തെ വിഡ്ത്ത് എത്രയാണ്? ദ ഗിവൺ ടൈം ഇൻ്റർവൽ. ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യനിൽ 6 hour ടൈം ഇൻ്റർവൽ അല്ലേ? 6 PM 12 noon, അല്ല 6 AM 12 noon, 6 PM അഗൈൻ മിഡ് നൈറ്റ് 12, അങ്ങനെ ഓരോ 6 hourലുള്ള ഡാറ്റയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഈ ഫിഗറിലും 6 hour തന്നെയാണ് ഡ്യൂറേഷൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഫിഗർ അല്ല, ശ്രദ്ധിക്കുക. അപ്പോൾ വിഡ്ത്ത് ഇൻറ്റു ഓർഡിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കിട്ടും. ഇപ്പോൾ വിഡ്ത്ത് ഇവിടെ കോമൺ ആണ്, ദാറ്റ് ഈസ് ദ ടൈം ഇൻ്റർവൽ 6 hours. സോ ഇങ്ങനെ കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഈ ഒരു സ്ട്രിപ്പ് എടുക്കുക, ഇതിൻ്റെ വിഡ്ത്ത് 6 ഇൻറ്റു ദിസ് ഓർഡിനേറ്റ്. അപ്പോൾ അടുത്ത വിഡ്ത്ത് 6 ഇൻറ്റു നെക്സ്റ്റ് ഓർഡിനേറ്റ്, 6 ഇൻറ്റു നെക്സ്റ്റ് ഓർഡിനേറ്റ്, അങ്ങനെ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ സമ്മാണ് ടോട്ടൽ ഏരിയ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് 6 കോമൺ ആണ് എല്ലാ ടേമിലും. ഓക്കെ, അത് കോമൺ ഇൻ്റർവൽ ആയതുകൊണ്ട്. സോ 6 കോമണായി പുറത്തെടുത്ത് കഴിഞ്ഞാൽ 6 ഇൻറ്റു ദ സം ഓഫ് ഓർഡിനേറ്റ്സ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഏരിയ കിട്ടും. ഓക്കെ, 6 ഇൻറ്റു സം ഓഫ് ഓർഡിനേറ്റ്. ഇപ്പോൾ 6 എന്ന് ടൈം ഇൻ്റർവൽ ആണ്. അപ്പോൾ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ദ ടൈം ഇൻ്റർവൽ ഇൻറ്റു സം ഓഫ് ഓർഡിനേറ്റ്സ്, ഇങ്ങനെയാണ് ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ടൈം ഇൻ്റർവൽ ഇൻറ്റു സം ഓഫ് ഓർഡിനേറ്റ്സ്. അപ്പോൾ അത് വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ ടൈം തന്നിട്ടുള്ളത് അവറിലാണ്, ബട്ട് ഡിസ്ചാർജ് മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് മിക്കവാറും തരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ ടൈമിന് സെക്കൻഡ് അവറും അങ്ങനെ 2 യൂണിറ്റ് പറ്റില്ല. അപ്പോൾ ഈ അവറിലുള്ള വാല്യൂവിനെ സെക്കൻഡിലേക്ക് മാറ്റുക. അപ്പോൾ 6 എന്നുള്ള ടൈം ഇൻ്റർവെലിനെ 6 ഇൻറ്റു 60 ഇൻറ്റു 60, 2 പ്രാവശ്യം 60 മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡ്സിലേക്ക് മാറ്റുക. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, ടൈം ഇൻ്റർവെൽ ഇൻറ്റു സം ഓഫ് ഓർഡിനേറ്റ്സ്. ഓക്കെ, ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫിൻ്റെ ഓർഡിനേറ്റ്സ് ആണ് നമ്മൾ ഏറ്റവും അവസാനത്തെ കോളത്തിൽ കിട്ടിയ ഓർഡിനേറ്റ്സ്. അപ്പോൾ നമ്മുടെ ടൈം ഇൻ്റർവൽ 6നെ സെക്കൻഡ്സിലേക്ക് മാറ്റി. ആദ്യം 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് മിനിറ്റിലേക്കും പിന്നീട് ഒരു 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെക്കൻഡിലേക്ക് മാറ്റി. പിന്നെ സം ഓഫ് ദ ഡയറക്റ്റ് റൺ ഓഫ് ഹൈഡ്രോഗ്രാഫ് ഓർഡിനേറ്റ്സ്. അപ്പോൾ നമ്മുടെ ആ ലാസ്റ്റ് കോളത്തിലുള്ള എല്ലാ ഡയറക്റ്റ് റണ്ണോഗ്രാഫ് വാല്യൂവും തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും ഇവിടെ 800 എന്നാണ് അതിൻ്റെ വാല്യൂ കിട്ടുന്നത്. സോ 1,72,80,000 വലിയൊരു വാല്യൂ കിട്ടി. ഓക്കെ, കീപ് ഇറ്റ് ദർ. ഇനി നമുക്ക് ക്യാച്ച്മെൻറ്റ് ഏരിയ നോക്കാം. ദാറ്റ് ഈസ് ഫോർ 26 hectares. ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10⁴ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ ഇത് മീറ്റർ ക്യൂബിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ള വോളിയം. സോ ഇതും നമുക്ക് മീറ്ററിലേക്ക് മാറ്റണം. ഓക്കെ, അപ്പോൾ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ 10⁴ മീറ്റർ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് 426 × 10⁴ ദാറ്റ് ഈസ് 42,60,000 മീറ്റർ സ്ക്വയർ എന്ന് വന്നു. ഇനി ഇങ്ങനെ കണ്ടുപിടിക്കാം. ഡെപ്ത് ഓഫ് എഫക്റ്റീവ് റെയിൻഫാൾ ഈസ് ഈക്വൽ ടു ദ വോളിയം ഓഫ് ഡയറക്റ്റ് റൺ ഓഫ് ഡിവൈഡ് ബൈ ദി ക്യാച്ച്മെൻറ്റ് ഏരിയ.
അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വിച്ച് ഇസ് ഈക്വൽ ടു 4.056 മീറ്റർ. അപ്പോൾ 4.056 മീറ്റർ എന്ന് കിട്ടി. അതായത് മീറ്റർ ക്യൂബിനെ മീറ്റർ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും മീറ്ററിലുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. പക്ഷേ ഇത് നമ്മൾ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് 405.6 സെൻറ്റിമീറ്റർ എന്നാവും. നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു 406 സെൻറ്റിമീറ്റർ എന്ന് എഴുതാം. അപ്പോൾ എന്തിനാണ് സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് ഡൗട്ട് വരാം അല്ല. ഇതുവരെ മീറ്ററിൽ പറഞ്ഞിട്ട് പെട്ടെന്ന് സെൻറ്റിമീറ്ററിലേക്ക് എന്തിനാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് കണ്ടുപിടിക്കുമ്പോൾ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് എന്ന് പറയുന്നത് യൂഷ്വലി 1 സെൻറ്റിമീറ്റർ റെയിൻഫോളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ 1 സെൻറ്റിമീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹൈഡ്രോഗ്രാഫാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡെപ്ത് ഓഫ് എഫക്റ്റീവ് റെയിൻഫോൾ മീറ്ററിൽ നിന്ന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റുന്നത്. ഇനിയിപ്പോൾ ഈ മീറ്ററിൻ്റെ വാല്യൂ കൊണ്ട് തന്നെ ഈ ഒരു വാല്യൂ കൊണ്ട് തന്നെ നമ്മൾ ഓർഡിനേറ്റ്സിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് 1 മീറ്റർ എഫക്റ്റീവ് റെയിൻഫോളിൻ്റെ ഹൈഡ്രോഗ്രാഫ് ആയിരിക്കും. ഓക്കെ, കാരണം 1 മീറ്റർ എന്നുള്ളത് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡെപ്ത് ആയിട്ട് കൺസിഡർ ചെയ്യാറില്ല. 1 mm അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ആണ് എടുക്കാറുള്ളത്. സോ അതുകൊണ്ടാണ് ഈ മീറ്ററിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതെ സെൻറ്റിമീറ്ററിലേക്ക് മാറിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ആക്ച്വലി ചെയ്യേണ്ട കാര്യങ്ങൾ. വളരെ എളുപ്പമാണ്. വോളിയം കണ്ടുപിടിക്കുക. വോളിയം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഏരിയ ആണ്. സോ ഏരിയ എന്ന് പറയുന്നത് ടൈം ഇൻ്റർവെൽ ഇൻറ്റു ദ സം ഓഫ് ഓർഡിനേറ്റ്സ്. ഓക്കെ, അപ്പോൾ ക്യാച്ച്മെൻറ്റ് ഏരിയ ഗിവൺ ആണ്. സോ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെപ്ത് കിട്ടി. അത് സെൻറ്റിമീറ്ററിലുള്ള വാല്യൂ എടുക്കുക. ദെൻ നെക്സ്റ്റ് ഇത് ഇങ്ങനെയൊന്നും ചെയ്യാതെ ഡയറക്റ്റ്ലി ഒരു ഇക്വേഷനിൽ അപ്ലൈ ചെയ്തുകൊണ്ട് എഫക്റ്റീവ് റെയിൻഫോൾ ഇസ് ഈക്വൽ ടു 0.36 സിഗ്മ ഒ ഇൻറ്റു T/A എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സിഗ്മ ഒ എന്ന് പറഞ്ഞ സം ഓഫ് ഓർഡിനേറ്റ്സ് ആണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ ഓർഡിനേറ്റ്സ് ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് സിഗ്മ ഒ ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, ഈ സിഗ്മ ഒ അങ്ങനെയാണ് കിട്ടുക. ടി എന്ന് പറഞ്ഞാൽ ടൈം ഇൻ്റർവെൽ ആണ്. അത് അവറിൽ തന്നെ റെപ്രസെൻറ്റ് ചെയ്യണം. അതുപോലെ എ എന്ന് പറഞ്ഞാൽ ക്യാച്ച്മെൻറ്റ് ഏരിയ, ഇറ്റ് ഷുഡ് ബി റെപ്രസെൻറ്റഡ് ഇൻ ഹെക്ടേഴ്സ്. അപ്പോൾ ഇത് അവറിലും ഇത് ഹെക്ടറിലും റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെയിൻഫോളിൻ്റെ വാല്യൂ മീറ്ററിലായിരിക്കും. ഓക്കെ, ഇനി ചിലപ്പോഴൊക്കെ ക്യാച്ച്മെൻറ്റ് ഏരിയ തരിക സ്ക്വയർ കിലോമീറ്ററിലായിരിക്കും. ഹെക്ടറിലും സ്ക്വയർ കിലോമീറ്ററിലും മാറി മാറി ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഹെക്ടറിലല്ല സ്ക്വയർ കിലോമീറ്ററിലാണ് നമ്മുടെ കയ്യിലുള്ള വാല്യൂ എങ്കിൽ അത് കൺവേർട്ട് ചെയ്യാതെ നേരെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ് എക്ക് പകരം. ഇപ്പോൾ കിലോമീറ്റർ സ്ക്വയറിലാണെങ്കിൽ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് റെയിൻഫോൾ സെൻറ്റിമീറ്ററിലായിരിക്കും. ഓക്കെ, ഹെക്ടറിലാണെങ്കിൽ ഇത് മീറ്ററിൽ കിട്ടും. സ്ക്വയർ കിലോമീറ്റർ ആണെങ്കിൽ ഇത് സെൻറ്റിമീറ്ററിൽ കിട്ടും. അപ്പോൾ നമുക്കിവിടെ ഹെക്ടറിലാണ് തന്നത്. അപ്പോൾ ഇക്വേഷനിൽ നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ സിഗ്മ ഒ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി കിട്ടി 800 ആണ്. ആൻഡ് വി ഗോട്ട് ദ വാല്യൂ ആസ് 4.056 മീറ്റർ. ഇനി ഇത് കിലോമീറ്റർ സ്ക്വയറിലാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്നത് സെൻറ്റിമീറ്ററിലുള്ള വാല്യൂ ആയിരിക്കും. അതായത് 406 സെൻറ്റിമീറ്റർ ആയിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. ബട്ട് ഈ യൂണിറ്റ്സ് കൃത്യമായിട്ട് ഓർക്കുക. അപ്പോൾ നമുക്ക് എഫക്റ്റീവ് റെയിൻഫോളിൻ്റെ ഡെപ്ത് കിട്ടി, ദാറ്റ് ഈസ് 406 സെൻറ്റിമീറ്റർ. ഇനി നമുക്ക് വേണ്ടത് ഓർഡിനേറ്റ്സ് ഓഫ് യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ് ആണ്. DRHൻ്റെ ഓർഡിനേറ്റ്സിനെ ഇപ്പോൾ നമുക്ക് കിട്ടിയ എഫക്റ്റീവ് റെയിൻഫോൾ ദാറ്റ് ഈസ് 406 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഓരോന്നിനും ഡിവൈഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ദ വാല്യൂ. അപ്പോൾ ഇതാണ് ഓർഡിനേറ്റ്സ് ഓഫ് എ യൂണിറ്റ് ഹൈഡ്രോഗ്രാഫ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ എഫക്റ്റീവ് റെയിൻഫോൾ കണ്ടുപിടിക്കുന്നത് മാത്രം വ്യക്തമായിട്ടൊന്ന് പഠിക്കുക. ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാം. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു.